ദൈവകാര്യത്തിന് എപ്പോഴും തടസ്സം നിൽക്കരുത്. നീ തടസ്സം നിൽക്കുകയാണെങ്കിൽ, ഒരിക്കൽ സാത്താൻ പ്രേരിപ്പിച്ച് ഒരു നല്ല കാര്യത്തിന് നീ തടസ്സം നിൽക്കുകയാണെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കും. എന്നാൽ ആ കാര്യം മാത്രം തീർച്ചയായും നടപ്പാക്കും. അതുകൊണ്ടാണ് യേശു കർത്താവ് താൻ ശരീരത്തിൽ ആയിരിക്കുമ്പോൾ ഒരു വാക്ക് പറയുന്നത് മത്തായി സുവിശേഷത്തിൽ 7-ാം വചനം നിങ്ങളെക്കുറിച്ച് പറയുന്നു, നല്ല കാര്യങ്ങൾക്കും ദൈവകാര്യങ്ങൾക്കും ദൈവജനങ്ങൾക്കും എപ്പോഴും തടസ്സം നിൽക്കരുത്. ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പിന്തുണ നൽകണം, എതിർത്തു നിൽക്കരുത്. അതു ശാപം വരുത്തുന്നതാണ്. തടസ്സങ്ങൾ മൂലം ലോകത്തിന് കഷ്ടം വരും. തടസ്സങ്ങൾ വരാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ആരുടെ മൂലമാണ് ആ തടസ്സം വന്നതോ ആ മനുഷ്യൻ കഷ്ടം, ആരുടെ മൂലമാണ് ആ കഷ്ടം വന്നതോ അവനാണ് കഷ്ടം. അതിനാൽ നിന്റെ മൂലം ഒരു നല്ല കാര്യത്തിന് തടസ്സം വരികയാണെങ്കിൽ നീ ഉടൻ തന്നെ അത് ശരിയാക്കണം. എന്റെ മൂലം ഈ കാര്യത്തിന് തടസ്സമുണ്ടെങ്കിൽ ദയവായി എന്നെ ക്ഷമിക്കണം, ഞാൻ അറിയാതെ തടസ്സമായി നിന്നു. ദൈവകാര്യങ്ങൾ ആരും നിർത്താൻ കഴിയില്ല. ദൈവകാര്യങ്ങൾ സുഖമായി നടക്കും. പക്ഷേ ആരെങ്കിലും അതിന് തടസ്സം നിൽക്കാൻ ശ്രമിച്ചാൽ അവർ തകർന്നു പോകും. ദൈവം എപ്പോഴും തന്റെ കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കും.